എതി വന്ന് വിളിക്കുന്നതായും അവന്റെ തോളിൽ കയറി ഞാൻ പർവ്വതങ്ങളിൽ നീങ്ങുന്നതായും ഒക്കെ കണ്ടത് ഞാൻ ഇതിനെയാണ്. ഇതത്രമാത്രം ഇത്രയൊന്നും താല്പര്യതയില്ല ഈ ജീവിതത്തിന്. ഇത്രയൊന്നും ഇല്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഈ വാസന്തരാവിന്റെ മനോഹാരിത കണ്ടത് ഞാൻ എല്ലാ സൗകര്യത്തോടും കൂടി ആ ഡോർമിറ്ററിയിൽ കിടന്ന് ഗ്ലാസ് ജനാലയിലൂടെ നോക്കിയത് കൊണ്ടല്ലേ. ആ വീടിനകത്ത് ചന്ദ്രൻ രശ്മികൾ തന്നെ പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. അവരൊക്കെ കാണുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ചൂട് കിട്ടാൻ ഭയങ്കര തണുപ്പാണല്ലോ. അതുകൊണ്ട് മൊത്തമായിട്ട് മടച്ചു കൂട്ടിയുള്ള ഒരു കോഴിക്കോട് പോലെ ഒരു സാധനം ഇതിനകത്ത് കഴിയുന്നവർക്ക് എന്ത് കാര്യത്തിലാകുമ്പോൾ ചിന്തയാണ് ഈ സമയത്തൊക്കെ വരുന്നത്. സമയമായി ഒരു മിനിറ്റ് 2 മിനിറ്റ് ഗ്രാമിക്കുന്നുണ്ട്. വേറെ ഒരുപാട് അതായത് എൻ്റെ ജീവിതത്തിലേക്ക് ബാഹ്യമായ എന്തെങ്കിലും ഇടപെടലുകൾ വരുന്നു. പല്ലും നഖവും ഒക്കെ ഉപയോഗിച്ച് ഞാനതിനെ എതിർത്ത് പോയിട്ട് അങ്ങനെ ആർക്കും എൻ്റെ ജീവിതത്തിലേക്കൊന്നും വരാനുള്ള അധികാരം, ഞാൻ പറയാനുള്ള അധികാരമില്ലാത്തപ്പോൾ ഞാനിങ്ങനെ എതിർത്ത് കൊണ്ടിരിക്കുന്നു. അപ്പം എൻ്റെ വിചാരം നമുക്ക് വലിയ പോരാളിയാണ്, അങ്ങനൊരു വലിയ പോരാളി. എൻ്റെ ആർക്കും ഇങ്ങോട്ട് കയറി വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ള അപ്പം എന്തെങ്കിലും ചിന്തകളിലാണ്. ഇതിലെ ബസ്തറിലെ താന്തീകുമാർ എന്ന് പറഞ്ഞിട്ട് വെള്ളച്ചാട്ടത്തിൽ ആരും എൻ്റെ അവിടെ ഒരുപാട് നടക്കണം. ഇപ്പം ആരെങ്കിലും വന്നാലായി അവിടെ ആംചോ ബസ്തർ എന്ന സംഘടന, ഇതൊരു സംഘടനയാണ് ആംചോ ബസ്തർ, നമ്മുടെ ബസ്തർ. ആ സംഘടനയിലെ കുറേ ചെറുപ്പക്കാരികൾ ചേർന്ന് അവിടെ ചെറിയൊരു കൂട്ടുപുര എന്ന് പറയാൻ ചെറിയ ഭക്ഷണം കൊടുക്കാനുള്ളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ 1-1.5 മണിക്കൂറൊക്കെ കുഴിയിലൂടെയൊക്കെ വന്ന് ചാടി പിന്നെ കുറേ നടന്നിട്ട് അവിടെ ആരെങ്കിലും എന്തെങ്കിലും കഴിച്ചാലോ എന്ന് വെച്ചിട്ട് അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് ഇവരെ കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ, നിങ്ങളെന്താ കഴിക്കുക, അത് തന്നെയാണ് ഞാനും കഴിക്കുക. അപ്പോൾ അവർക്കത് ഇഷ്ടമായി. കുമ്പളങ്ങക്കറിയും പരിപ്പ് ചാറും ഉണ്ടാക്കണം, ധാരാളമായിട്ടോ എന്ന് പറഞ്ഞാൽ ഈ താമരപ്പുറത്ത് ഞാൻ കണ്ടത് തന്നെയാണ്. അതിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെ ഗ്രാമം കാണാൻ പോയി തിരിച്ചു വരുമ്പോൾ ഇതിൽ കുമ്പളങ്ങ വറ്റിച്ചതും പരിപ്പുകറിയും ചോറും ഒക്കെ ആയിരിക്കും ഇലക്കുമ്പിളുകളിലാണ് ഇതൊക്കെ തരുന്നത്. അപ്പോൾ ഇത്ര എൻ്റെ ഒരു അളവ് വെച്ച് ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ഇലക്കുമ്പിളുകളാണ് വെച്ചിരിക്കുന്നത്. ഞാനെങ്കിൽ വളരെ ഭക്ഷണത്തിനോടോ ഈ തടി കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്, തീരെ ഭക്ഷണ കമ്പമില്ലാത്തൊരു മനുഷ്യനാണ്, വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ ആ ഭക്ഷണം എടുക്കുന്നത് കണ്ടപ്പോൾ അവർക്കൊക്കെ വലിയ അതിലൊരു അത്ഭുതം. എൻ്റെ കൂടെ ഇരിക്കാൻ, കൂടെ സംസാരിക്കുക, എൻ്റെ മകനെ പറ്റി ചോദിക്കുക, അവൻ്റെ കല്യാണം എപ്പോഴാണെന്ന് ചോദിക്കുക, ഞാൻ അവരുടെ മക്കളെ കുറിച്ച് പെണ്ണുങ്ങളും തമ്മിലുള്ള എത്ര അപരിചിതരാണെങ്കിലും പറഞ്ഞ് തമ്മിൽ ചേരാനുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇന്നോവയിൽ ചാടിക്കൊണ്ട് ഒരാണുങ്ങളുടെ ഒരു വലിയ കൂട്ടം വന്നു. റായ്പൂരിൽ നിന്ന് വന്ന ഒരു വലിയ കൂട്ടം വന്നു. അതിപ്പോൾ പ്രത്യേകിച്ചായിട്ട് ഒന്നും കാണാമെന്നൊന്നുമല്ല, ആരോ പറഞ്ഞു താമരക്കുമ്പഴാണ് നമുക്ക് ഇവിടെ ഒരു വെള്ളച്ചാട്ടം അതിന് വേണ്ടി വന്നിട്ട്. ഇപ്പോഴത്തെ എൻ്റെ ഭക്ഷണം കഴിഞ്ഞു ഞങ്ങൾ ഒന്നിച്ച് നിന്ന് കെട്ടിപ്പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം. അവർക്ക് എല്ലാവർക്കും ദൃഷ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് അരിമണികൾ എടുത്ത് മന്ത്രിച്ച് നമ്മുടെ കയ്യിലെല്ലാം ഒഴിഞ്ഞ് അവിടെ കനലിലോ എവിടെയെങ്കിലും ഇടും. പിന്നെ കയ്യിലൊരു സാധനം ഒരു വള്ളിയാണ്, ഒരു മരത്തിൻ്റെ വള്ളിയാണ്, അത് കെട്ടും. ഇങ്ങനെ ഇതൊക്കെ സ്നേഹപ്രകടനങ്ങളാണ്. അപ്പം ഇതൊക്കെ ചെയ്ത് നടക്കുമ്പോഴാണ് അവർ വന്നിട്ട് ചായ വേണം ഇങ്ങനെയാണ് പറയുന്നത്, ചായ വേണം. അപ്പോൾ അതിലൊരു സ്ത്രീ പറഞ്ഞു തരാം ഇപ്പം തരാം. അവരാ കുറച്ചെന്ന് ആ കയ്യിലിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എത്ര നേരം ഇനി വെയിറ്റ് ചെയ്യണം, എത്ര നേരം ഞങ്ങളിവിടെ കാത്തു നിൽക്കണം അയാൾ ചോദിക്കാം. ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ നമ്മൾ എത്ര നേരം കാത്തിരിക്കുന്നത്? ഒരു ഭക്ഷണം വൈകി വരുന്നതായിരിക്കും ചിലപ്പോൾ നല്ല സുഖമായിട്ട് നമ്മൾ വലിയ ആംബിയൻസിൽ വലിയ പ്രൗഢിയോടുകൂടി കസേരയിലിരിക്കാറുണ്ട്. 2 മിനിറ്റ് 3 മിനിറ്റ് ആ സ്ത്രീകൾ പറഞ്ഞിട്ടാണ് ഒരു പരിചയമില്ലാത്ത സ്ത്രീകളോട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കുകയായിരുന്നു എൻ്റെ കൂടെ ഷക്കിൽ മിസ്സിൽ ഫോട്ടോ എടുക്കുക. എൻ്റെ സ്ത്രീകളെല്ലാം ചേർന്ന് ഇനി ഇവിടെ വർത്തമാനം പറഞ്ഞ് നിൽക്കാനാണ് നിങ്ങൾക്ക് ഭാവം. അതിന് 2 പേര് വന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല.
എന്നെയല്ല പറയുന്നത്, ആ സ്ത്രീകളെ തന്നെയാണ് പറയുന്നത്. ഇനി കാത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കളക്ടർക്ക് പരാതി കൊടുക്കും. കളക്ടർക്ക് പരാതി. ഒരു ഭക്ഷണശാലയിൽ ഭക്ഷണം കുറച്ച് വൈകിയതിന് കളക്ടർക്ക് പരാതി. പുഴു പൊരിക്കുന്ന ഭക്ഷണം തന്നാൽ പോലും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അതിന് ഫോട്ടോ എടുത്ത് യന്ത്രിയിട്ട് വായടിച്ച് വിട്ടാതിരിക്കുന്ന മനുഷ്യനാണ്. സമയം വൈകിയതിനാണ് പറയുന്നത്. അപ്പൊ ഞാൻ അവരുടെ അടുത്തേക്ക് അത് പറഞ്ഞ് കുറച്ചെത്തിയിരുന്നു. 6 ആണുങ്ങളുണ്ട്. ഞാൻ അവരുടെ അടുത്തേക്ക് സംസാരിക്കാൻ പോകാൻ വരികയാണ്. ഈ സ്ത്രീകളെ കണ്ടു വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാതാവും, ഞങ്ങളുടെ പുര എന്ന് തന്നെ ചോദിച്ചു പറഞ്ഞേക്കാം. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരാം. വളരെ ചെറിയ വീട്ടിൽ തന്നെയാണ് ഞാൻ കഴിച്ച ആഹാരങ്ങളൊക്കെ അവരെന്താ മേടിച്ചത്, അവരെന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും അവർക്ക് ഒരു സന്തോഷമുള്ള കൊടുക്കുകയാണ് വെച്ചത്. അത്രയും ചെറിയ ഇതിന് കച്ചവടം നടത്തുന്ന ആളുകൾ പറയാണ്. എന്റെ ജീവിതത്തിന്റെ നേരെ അത്ര ദൂരത്തിൽ നിന്ന് കൈകൊണ്ടുമ്പോഴേക്കും വനിതാ പോരാളിയായി ഞാൻ ചാടുന്നത് എന്റെ പ്രിവിലേജ് കൊണ്ടാണ്. അത്തരം ഒരു അവസ്ഥയിലാണ് ഞാൻ വായ തുറക്കില്ലേ. തീർച്ചയായിട്ടും എനിക്ക് അന്ന് വൈകുന്നേരം കിട്ടുന്നത് കൊണ്ട് ചന്തയിൽ ചെന്ന് അരി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ വായ തുറക്കില്ല, മറ്റുള്ളവരോട് തുറക്കാൻ സമ്മതിക്കില്ല. എന്റെ പ്രിവിലേജിൽ നിന്നുകൊണ്ട് ഞാൻ എല്ലാ ജീവിതങ്ങളെയും, സ്ത്രീ ജീവിതങ്ങളെയും, സ്ത്രീ പോരാട്ടങ്ങളെയും, സ്ത്രീ ശാക്തീകരണത്തിനെയും ഒക്കെ വിലയിരുത്തുന്നത് ഇങ്ങനൊരു സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അത് വളരെ അപമാനകരമായൊരു അവസ്ഥയാണ്. അങ്ങനെയൊക്കെ ഒരു വലിയ പോരാളിയായി നിൽക്കുന്നത്. ഇപ്പൊ പ്രൊഫസർ സംസാരിച്ചപ്പോൾ പറഞ്ഞു എത്രയേറെ വീടുകളും അതുപോലുള്ള റിസ്ക്കായിട്ടുള്ള സ്ഥലത്ത് ചെന്ന് ഞാൻ വിളിക്കുന്നു. എന്നെ ആരും ഒന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ആരെങ്കിലും എന്നോട് പറഞ്ഞു പ്രൊഫസർ ചെന്ന് ഇതെല്ലാം കണ്ട് എഴുതി തരുന്നു. ഞാനൊരു ഗവേഷണത്തിന്റെ ഭാഗമായി പോയതല്ല, ഞാനൊരു പഠനം ചെയ്തതല്ല. എന്നെ ഒരു വിദേശ ഏജൻസിയും വസ്ത്രനെ കുറിച്ച് മസാല അത് കൂട്ടിച്ചേർത്ത് ആർട്ടിക്കിൾ എഴുതി തന്നാൽ ഒരുപാട് സ്ഥാനമാനങ്ങളും പുരസ്കാരങ്ങളും തരാമെന്ന് ഇന്റർനാഷണൽ ജേർണലിൽ എഴുതാമെന്ന് എന്നോടാരും പറഞ്ഞിട്ടില്ല. എനിക്ക് ഏത് സമയത്താണെങ്കിലും തിരിച്ചു വരായിരുന്നല്ലോ. അവിടെ ദുർഘടമുണ്ടെങ്കിൽ, അവിടെ അപകടമുണ്ടെങ്കിൽ, അവിടെ എനിക്ക് ഇഷ്ടപ്പെടാത്ത പോലെ എന്നോടാരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടാത്തതല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ തിരിച്ചു വരായിരുന്നില്ലേ? ആരും ഒന്നും ആവശ്യപ്പെട്ടതല്ല. ഇങ്ങനെ ആവശ്യപ്പെട്ടു വരുന്ന ആളുകൾ, ജേർണലിസ്റ്റുകൾക്ക് പറഞ്ഞു വരുന്നവർ, എഴുത്തുകാർക്ക് പറഞ്ഞു വരുന്നവരെല്ലാം വിറ്റ് കാശാക്കിയ ഒരു നിമിഷമാണ് ഈ വസ്ത്രം എന്ന് പറയുന്നത്. വിറ്റ് കാശാക്കുകയാണ് അവരുടെ ജീവിതത്തെ, അവരുടെ സംസ്കാരത്തെ, അവരുടെ കാഴ്ചപ്പാടുകളെ. ആണും പെണ്ണെന്നൊക്കെ പറഞ്ഞ അത്ര റിജിഡ് ഫ്രെയിം വർക്ക് ഒന്നുമില്ല. കുടുംബം എന്ന് പറഞ്ഞിട്ട് ഇരുമ്പഴി പോലുള്ള ഒരു സംഭവമൊന്നുമില്ല. അതിനെയെല്ലാം ഏത് തരത്തിലെല്ലാം നമുക്ക് കളർ നിറം മാറ്റി എഴുതാം. അങ്ങനെയല്ല, ഇതിൽ കാശ് സമ്പാദിക്കുന്ന കുറെ ആളുകൾ ചതിച്ച ജനതയാണ്. അതുകൊണ്ടാണ് എനിക്ക് 1.5 വർഷം നടക്കേണ്ടി വന്നത് ഒരു ഗ്രാമത്തിനകത്തേക്ക് കയറാൻ. അതുകൊണ്ട് ഇതൊരു ദുഃഖമല്ല, സന്തോഷപൂർവം, വളരെ സന്തോഷപൂർവം, താല്പര്യപൂർവം ആഹ്ലാദിച്ച് കുറേ കൂട്ടുകാരുമൊത്ത് പോകുന്നിടത്തെല്ലാം കൂട്ടുകാരെ ഉണ്ടാക്കി. അങ്ങനെ നടന്ന ഒരു കാലമായിരുന്നു അത്. ആ 4 വർഷം കൊണ്ട് തീർന്നില്ല. ഇന്നും എന്നെ കവിതയുടെ കല്യാണം കുറച്ചു രീതി വരുന്നില്ലേ, കാട്ടുമേളയായി രീതി വരുന്നില്ലേ, ബഹുവ പൂക്കൾ ഉണങ്ങി രീതി വരുന്നില്ലേ. അവർക്ക് വിളിക്കാൻ ഫോണൊന്നുമില്ല. ഷൈജുടെയും ജീത് സിംഗ് ആയ അഭിഷേക് റാവു എന്നൊക്കെയുള്ള എൻ്റെ കൂട്ടുകാരുടെ ഫോണിൽ അവർ വിളിച്ചു പറയണം. അങ്ങനെയൊക്കെ എനിക്ക് സെമസ്റ്ററിൽ എല്ലാ പേപ്പറും കിട്ടി. ഞാൻ എല്ലാ പേപ്പറിലും പാസ്സായി. ഇങ്ങനെയൊക്കെ എന്നെ വിളിച്ചു പറയാൻ കുറേ മനുഷ്യരുള്ളത് ഞാൻ ആ ദുർഘടവും ഉള്ള സ്ഥലങ്ങളിലൂടെ നടന്ന് ആളാവാൻ ശ്രമിച്ചത് കൊണ്ടല്ല. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത യാത്രയാണ്. ലാസ്റ്റ് കഴിഞ്ഞു. അവസാനത്തെ ഒരു 1/2 മിനിറ്റ് കൂടെ പറഞ്ഞു ഞാൻ ഇന്ദിരാവതിയുടെ പാലം കടക്കാൻ നിൽക്കുകയാണ്. ഇന്ദിരാവതി എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ വളരെ അതിമനോഹരമായ ഒരു പ്രേമകഥയും ഒരു ഹൃദയഭേദകമായ ഒരു അവസാനവും ഒക്കെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ദിരാവതി ഒഴുകയാണ്. ഇന്ദിരാവതിയുടെ അപ്പുറത്താണ് അബുജുമാർ ഇന്നും ഇന്ത്യക്ക് പിടികൊടുക്കാത്ത പാരലൽ സർക്കാരുമായി നിലകൊള്ളുന്ന 162 കൊല്ലങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നടത്തിയ ഒരു സർവേക്ക് ശേഷം ഏരിയൻ സർവേ മാത്രം നടത്താൻ ഇന്ത്യൻ ഗവൺമെന്റ്
വഴിയോ വെളിച്ചമോ ഒന്നുമില്ലാത്ത ഒരു അബുജുമാർ എന്നുള്ള പേര് തന്നെ അർത്ഥം തന്നെ അതാണ്. പേരറിയാം, മുന്നേ അറിയാം, മലകൾ നടക്കും. അത് അല്ലെങ്കിൽ ഞാൻ കുറേ തവണയായി പോകാൻ ശ്രമിക്കുന്നു ബസ്സിൽ. 4-5 വർഷത്തെ യാത്രയ്ക്ക് എനിക്ക് അബുജുമാറിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. ഇന്ദ്രാവതിയാണ് നടുവിൽ ഒഴുകുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു പാലം വന്നു എന്നറിഞ്ഞ് ഞാൻ പാലത്തിൽ കയറിയപ്പോൾ ഈ ഭാഗത്ത് നിൽക്കുന്ന CRPF ഓഫീസർ കമാൻഡർ തോക്ക് ചൂണ്ടി പറഞ്ഞു, താങ്കൾ ഈ പാലം കടന്നു പോകരുത്. മറുവശത്ത് നിൽക്കുന്ന പീപ്പിൾസ് പാർട്ടി കമാൻഡർ പറഞ്ഞു, താങ്കൾ ഈ പാലം കടന്നു വരരുത്. ഈ പാലം കടന്നാലും കടന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല, എനിക്കെന്താ കാര്യം ഈ പാലം കടന്ന് അബുജുമാറിലേക്ക് പോയിട്ട്? ഒരു വഴി അടഞ്ഞാൽ എനിക്ക് 100 വഴി. എല്ലാ സഞ്ചാരത്തിലും അങ്ങനെ തന്നെ. പക്ഷേ ആ കരയിൽ നിന്ന് ഈ കരയിലേക്ക്, കാട്ടുചന്തയിലേക്ക് മഹുവ പൂക്കൾ ചാക്കിലാക്കി വിൽക്കാൻ വന്ന ശംഖദൂരയ്ക്ക് ഈ ഇന്ദ്രാനദി നദി കടന്നേ തീരും. അവന് ആ കാട്ടുപൊന്തകൾക്കുള്ളിലൂടെ, കയങ്ങൾക്കുള്ളിലൂടെ, ഈ പാർക്കെട്ടുകൾക്കുള്ളിലൂടെ ചാക്ക് നനയാതെ തലയിൽ വെച്ച് ഇന്ദ്രാവതി കടന്നേ തീരൂ. ഈ കാട്ടുചന്തയിൽ വന്ന് ഇത് വിറ്റാൽ അവൻ പേഴ്സ് നിറയെ നോട്ട് കെട്ടുകളായിട്ടല്ല പോകുന്നത്. ഒരു 10 ദിവസത്തേക്ക് 20 ദിവസത്തേക്കുള്ള അരി, ഉപ്പ്, മുളക്, എണ്ണ പോലുള്ള സാധനങ്ങൾ വാങ്ങി ചാക്കിലാക്കി തിരിച്ചും ഇന്ദ്രാവതി കടന്നേ തീരൂ. പാലത്തിന്റെ അടിയിലൂടെ പോകുന്ന അവന്റെ നഗ്നമായ മുതുകത്ത് ശംഖദൂരയുടെ മുഴുവൻ കാരം കൊണ്ട് ചുവന്ന വരകളാണ്. അവൻ താഴത്തൂടെ കടക്കുമ്പോൾ മോളിൽ നിൽക്കുന്ന ഞാൻ കാണുന്ന ഇന്ദ്രാവതിയൊന്നുമല്ല അവൻ കാണുന്നത്. ഞാൻ കാണുന്ന അബുജുമാരും അവിടേക്ക് പോകുന്ന എന്റെ വീരസാഹസിക കൃത്യവും ഒന്നുമല്ല ശംഖദൂരയ്ക്ക്. ശംഖദൂരയ്ക്ക് അത് അവന്റെ ജീവിതത്തിന്റെ ഈ നെട്ടോട്ടത്തിന്റെ ഒരു ഭാഗമാണ്. എന്റെ എല്ലാ യാത്രകളും ഇതുപോലുള്ള എല്ലാ ശംഖദൂരകൾക്കും സമർപ്പിക്കുന്നു. ഇവിടെ തന്നതിൽ ഒരുപാട് സന്തോഷം.